ആദ്യം തന്നെ എതിരാളിയുടെ മന്ത്രി എടുക്കാനുള്ള പ്ലാനും കൊണ്ടാണ് ഇറങ്ങിയത്. പ്ലാൻ വിജയിക്കുകയും ചെയ്തു, മന്ത്രി എടുക്കുകയും ചെയ്തു. പക്ഷെ സംഭവിച്ചത് വേറൊന്ന്. ജസ്റ്റ് കണ്ടു നോക്കാം. ഫസ്റ്റ് വൈറ്റ് സൈഡാണ്. നമ്മൾ E4 നീക്കിക്കൊണ്ട് സ്റ്റാർട്ട് ചെയ്തു. മറുപടിയുമായിട്ട് D5 നീക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ സാധാരണ വെട്ടാതെ വിടുകയാണ് ചെയ്യുന്നത്. ഇപ്രാവശ്യം നമ്മൾ D5നെ വെട്ടി. ഓക്കെ, അടുത്ത മൂവ്മെൻറ്റിൽ നമ്മുടെ മന്ത്രിച്ചേട്ടൻ ചാടിക്കൊണ്ട് വന്ന് നമ്മുടെ ആളെയും വെട്ടി. മന്ത്രിച്ചേട്ടൻ ഇവിടുന്ന് കിടന്ന് ഓടുന്ന ഇപ്പോൾ കാണിച്ചു തരാം. മന്ത്രിച്ചേട്ടനെ കൊടുക്കാനുള്ള എല്ലാ പരിപാടിയും കൊണ്ട് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. നൈറ്റ് C3 ഓട് ഓട് മന്ത്രിച്ചേട്ടാ ഓട്. മന്ത്രിച്ചേട്ടൻ ഇനി എങ്ങോട്ട് ഓടും നോക്കാം. മന്ത്രിച്ചേട്ടൻ തിരിച്ചോടാനുള്ള ഒട്ടും ഭാവമില്ല. നമുക്കെതിരെ മന്ത്രിക്കെതിരെ അറ്റാക്ക്. മന്ത്രിയല്ല, കിങ്ങിനെതിരെ അറ്റാക്ക്. ചെക്ക് വിളിച്ച്. മന്ത്രിച്ചേട്ടൻ ഇനിയും ഓടാനുണ്ട്, നമുക്ക് ഓടിക്കാം. ആദ്യം തന്നെ പ്ലാൻ പരമായി നോക്കുവാണെങ്കിൽ നമ്മൾ ബിഷപ്പിനെ ഇറക്കി ഒന്ന് നടുക്ക് നിർത്തും. ആനയെ വെല്ലുന്ന സംഭവമൊന്നും ഇല്ലല്ലോ. ആനയെ ഇടിച്ചിട്ടിട്ട് മന്ത്രിക്ക് കയറി അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് മന്ത്രിച്ചേട്ടൻ അവിടെ നിൽക്കുന്നുണ്ട്, വിഷമിക്കാതെ നിൽക്കുന്നുണ്ട്. മന്ത്രി അവിടെ നമുക്ക് ഓട്ടിക്കണം. നമ്മൾ അടുത്ത നൈറ്റ് പുള്ളിയുടെ വന്നിട്ടൊരു കാര്യമില്ല. നമ്മൾ നമ്മുടെ നൈറ്റിനെ ഇറക്കി അടുത്ത അറ്റാക്കിലേക്ക് കിടക്കുകയാണ്. മന്ത്രിക്കെതിരെ അടുത്ത അറ്റാക്ക്. ചേട്ടൻ ഓടൂ ചേട്ടാ. ഓടിയാലും ഇല്ലേലും അടുത്ത മൂവ്മെന്റ് ക്യാൻസലിങ് ചെയ്യും. മന്ത്രി ഒട്ടും തിരിച്ച് ഓടാൻ താല്പര്യമില്ലാത്ത രീതിയിൽ നിൽക്കുക കേട്ടോ. എങ്ങനെയെങ്കിലും നമ്മളെ അടിച്ചിട്ടേ ഒക്കൂ എന്ന പ്ലാനും കൊണ്ടാണ് മന്ത്രിച്ചേട്ടൻ നിൽക്കുന്നത്. എന്തായാലും നമ്മൾ നമ്മുടെ ഭാവിയിലേക്ക് പോകുന്നു. ദെൻ ക്യാൻസലിങ് ചെയ്യുന്നു. ക്യാൻസലിങ് ചെയ്തിട്ട് എൻ്റെ ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ ഈ പുള്ളിയെ ഇങ്ങോട്ട് ഇറക്കുക, ഈ ബിഷപ്പിനെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുപോയിട്ടൊരു ചെക്ക് വിളിക്കുക. ചെക്ക് മാറ്റാനുള്ള ദ്രുതഗതിയിലുള്ള തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ചെക്കൻ പോയി മന്ത്രിയെ വെട്ടുക. ഇത് തന്നെയാണ് നമ്മുടെ പ്ലാനായിട്ട് ഇട്ടേക്കുന്നത്. പ്ലാൻ നടക്കുമോ ഇല്ലെന്നൊക്കെ നമുക്ക് നോക്കാം. ആളെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ. ആളെ G6 കളിച്ച് ഇറക്കിയിട്ടുണ്ട്. നമ്മുടെ പ്ലാൻ അതുപോലെ നടക്കാൻ പോവുകയാണ്. റൂക്കിനെ സെൻട്രലിലേക്ക് കൊണ്ടുവന്നു. റൂക്ക് E1ലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അടുത്തതായിട്ടുള്ള മൂവ്മെന്റ് ബിഷപ്പിനെ ഇവിടുന്ന് മാറ്റിയിട്ട് ചെക്ക് വിളിക്കാന്നാണ്. അതിന് ഈ നൈറ്റിനെ ഇവിടുന്ന് മാറ്റി കിട്ടേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഈ നൈറ്റിനെ ഇവിടുന്ന് മാറ്റാൻ വേണ്ടി എന്തെങ്കിലും ഇര ഇട്ട് കൊടുക്കണം. ആ ഇരയെ നമുക്ക് വേണമെങ്കിൽ ഈ നൈറ്റ് വെച്ച് നമുക്ക് ഇരയായിട്ട് ഇട്ട് കൊടുക്കാം. പുള്ളി എന്തായാലും ബിഷപ്പിനെ കൊണ്ടുവന്ന് വലിയ പ്ലാനായിട്ട് വന്നേക്കുവാണ്. ആനയെ കൊണ്ടുവന്നിട്ട് വലിയ പ്ലാനിൽ വന്നിട്ട് നമ്മുടെ ഇവിടെയൊക്കെ വെട്ടി നിരത്താൻ വേണ്ടിയുള്ള പ്ലാനൊക്കെയാണ്. ഒരു കാര്യമില്ല. നമ്മൾ ആദ്യത്തെ ഇരയെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു വെട്ടാൻ വേണ്ടി. കാരണം ഈ ഒരു നൈറ്റിനെ അവിടുന്ന് മാറ്റേണ്ടത് അത്യാവശ്യമാണ്. പുള്ളി വന്ന് വെട്ടിക്കോട്ട്, വെട്ടണേന്നാണ് പ്രാർത്ഥന. വെട്ടോ ഇല്ലെന്നൊക്കെ കണ്ടറിയാം. പുള്ളി വന്ന് വെട്ടിയില്ലെങ്കിൽ നമ്മൾ മന്ത്രിയെ വെട്ടിയിരിക്കും. എന്തായാലും പുള്ളി വെട്ടി. നമ്മൾ ഇട്ട് കൊടുത്തതുപോലെ തന്നെ സംഭവിച്ചു. പുള്ളി വെട്ടി. ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ അടുത്ത ചെക്ക് നമ്മുടെ പ്ലാൻ പോലെ തന്നെ അടുത്ത ചെക്ക് നമ്മൾ വിളിച്ചിട്ടുണ്ട്. ചെക്ക് വിളിയിൽ പുള്ളി തിരിച്ചിങ്ങോട്ട് വെട്ടിയാൽ മന്ത്രിയെ ഉടനെ വെട്ടും. കണ്ട, മന്ത്രിക്ക് എന്നാൽ ഇങ്ങോട്ട് വന്ന് വെട്ടാൻ പറ്റത്തില്ല, കാരണം ചെക്കായിട്ട് ഇരിക്കുന്നുണ്ട്. മന്ത്രിക്ക് ഇടയ്ക്ക് കയറാൻ പറ്റത്തില്ല, ചെക്കാണ്. മന്ത്രിയെ വെട്ടും. എങ്ങനെയായാലും മന്ത്രിയുടെ തല പോയി. ആദ്യം പറഞ്ഞ പോലെ മന്ത്രി ഏത് രീതിയിലും എത്രയും പെട്ടെന്ന് കൊടുക്കാൻ വേണ്ടിയുള്ള ടിപ്പാണത്. ദെൻ ബിഷപ്പിനെ മറിച്ച് ആളെ ഇറക്കി. നമുക്ക് ബിഷപ്പ് പോയാലും കുഴപ്പമില്ല, മന്ത്രി കിട്ടിയല്ലോ. റൂക്ക് പോയാലും കുഴപ്പമില്ല, മന്ത്രി കിട്ടിയാൽ മതി. അടുത്ത മൂവ്മെന്റിൽ തന്നെ റൂക്കിനെ കൊണ്ടു ചെന്ന് മന്ത്രി എടുക്കും. 2-3 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് നൈറ്റ് വെച്ച് ഈ റൂക്കിനെ എടുക്കാം, ഈ ആള് വെച്ച് ഈ ബിഷപ്പിനെ എടുക്കാം, ഈ ആള് വെച്ച് ഈ റൂക്കിനെ എടുക്കാം, ഈ ബിഷപ്പ് വെച്ച് ഈ റൂക്കിനെ എടുക്കാം. പിന്നെ കുറേ അധികം പ്ലാനും റൂട്ടൊക്കെ ഉണ്ട്. പക്ഷെ പുള്ളി ചെയ്തത് ആള് വെച്ചിട്ട് റൂക്കിനെ എടുത്തു. ഇനി ഈ ഒരു ബിഷപ്പിനെ ഇവിടുന്ന് മാറ്റിക്കൊണ്ട് പോകണം. അല്ലെങ്കിൽ നൈറ്റ് വെച്ചോ അല്ലെങ്കിൽ ആള് വെച്ചോ വെട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ ബിഷപ്പിനെ അവിടുന്ന് എത്രയും പെട്ടെന്ന് ചാടിച്ചുകൊണ്ട് പോകണം. ആന ഇപ്പം ഇങ്ങോട്ട് എന്തായാലും ചാടിക്കാൻ ഒക്കത്തില്ല, വെട്ട് കിട്ടും. ഇങ്ങോട്ട് ചാടിക്കാൻ പറ്റത്തില്ല, അതുപോലെ തന്നെ ഇങ്ങോട്ടും ചാടിക്കാം. ഇങ്ങോട്ടാണ് ഇനി ആകെ ഉള്ള ചാൻസ്. അതുകൊണ്ട് അങ്ങോട്ടങ്ങ് ചാടിച്ചു. ഏകദേശം 5 സെക്കൻഡ് കൂടെ ഉള്ള എനിക്ക് കുറേ പ്ലാനിങ്ങും കുന്ത്രാണ്ടമൊക്കെ
കൊണ്ട് കളിച്ചതുകൊണ്ട് തന്നെ സെക്കൻഡ് പോയതൊന്നും അറിഞ്ഞില്ല. അവർക്ക് എതിരാളിക്ക് 37 സെക്കൻഡ് ഇനി ബാലൻസ് ഉണ്ട്. ഏകദേശം ഈ കളി നമ്മൾ തോറ്റു. ബിഷപ്പിനെ ഇറക്കിയിട്ടുണ്ട്. ഒന്ന് ചിന്തിക്കാൻ പോലും സമയമില്ലാതെ നമ്മൾ D3 കളിച്ചു. ബിഷപ്പിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ ബിഷപ്പ് വെച്ച് ഈ ബിഷപ്പിനെ വെട്ടാനുള്ള വഴിയും നമ്മൾ തെളിയിച്ചെടുത്തു. എന്തൊക്കെ പറഞ്ഞാലും പുള്ളി നൈറ്റിനെ ഇറക്കുന്നു, ബിഷപ്പിനെ മാറ്റുന്നില്ല. അടുത്ത മൂവ്മെന്റിൽ ബിഷപ്പിനെ വെട്ടാൻ വേണ്ടി ചാടിപ്പുരണ്ട് അങ്ങോട്ട് ചെന്നപ്പോഴത്തേന് ടൈം ഈസ് ഓവർ. ഈ കളി നമ്മൾ തോറ്റിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു തോക്കാത്ത കളിയുമായി വീണ്ടും വരാം. അതുവരേക്കും ഗുഡ് ബൈ.